പാകിസ്ഥാൻ പൗരന്മാർക്ക് ട്രാൻസിറ്റ് വിസ നിഷേധിച്ച് UAE 2 ദിവസത്തേക്കും 4 ദിവസത്തേക്കും അനുവദിക്കുന്ന ട്രാൻസിറ്റ് വിസകളാണ് തടഞ്ഞത്. ദുബായ് എയർപോർട്ടിൽ എത്തി കണക്ട് ഫ്ലൈറ്റുകൾ സ്വീകരിക്കുന്ന യാത്രക്കാർക്കാണ് ട്രാൻസിറ്റ് വിസ നൽകുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ പാകിസ്ഥാൻ നേരെ UAEയുടെ മുന്നിൽ കൈനീട്ടും. അതൊരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ UAEയുടെ പല തീരുമാനങ്ങളും അത് പാകിസ്ഥാന് വല്ലാത്ത തിരിച്ചടി നൽകുന്നുണ്ട്. എന്താണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ? തീർച്ചയായും രാഖി, ഇത് ഏപ്രിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുന്നത്. അതായത് $2 ബില്യൺ അതായത് $2 ബില്യൺ പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു UAE. ആ നിക്ഷേപം തിരിച്ച് ലഭിക്കണമെന്നൊരാവശ്യമായിരുന്നു നേരത്തെ ഉന്നയിച്ചിരുന്നത്. അത് 6% പലിശയോടുകൂടി തിരിച്ച് ലഭിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇത് സംബന്ധിച്ച് ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അതിന് വേണ്ടിയുള്ളൊരു നീക്കങ്ങളൊന്നോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കുകയും ആ പണം തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് വേൾഡ് ബാങ്കിൻ്റെ അത്യാവശ്യമായ ചില പ്രത്യേക കടാശ്വാസ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി പാകിസ്ഥാന് പണം ലഭിക്കുകയുമൊക്കെ ചെയ്യുന്നത്. അതിനുശേഷവും ഈ തുക തിരിച്ചു നൽകാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ UAE കടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ദുബായ് കണക്ട് ഫ്ലൈറ്റ് വഴി നിരവധി ഇടങ്ങളിലേക്ക് പോകുന്ന, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നൊരു സംവിധാനമുണ്ട്. അവിടേക്ക് എത്തുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കണക്ട് ഫ്ലൈറ്റിന് വേണ്ടി അവിടെ തുടരുന്നതിന്, അതായത് ദുബായിലെ എയർപോർട്ടുകളിലും UAEയിലെ എയർപോർട്ടിലൊക്കെ തുടരേണ്ട സാഹചര്യമുണ്ടാകും. അത്തരത്തിൽ തുടരുമ്പോൾ 48 മണിക്കൂർ, 96 മണിക്കൂർ, അങ്ങനെ 2 തരത്തിലാണ് വിസകൾ ലഭ്യമാക്കുക. അതായത് എയർപോർട്ടിൽ തന്നെ കഴിയുന്നതിന് വേണ്ടിയുള്ള വിസകൾ ലഭ്യമാക്കും. ട്രാൻസിറ്റ് വിസ എന്നാണ് ഇതിന് പറയുന്നത്. അത് 48 മണിക്കൂർ എയർപോർട്ടിൽ കഴിയാനും അതുപോലെ തന്നെ 96 മണിക്കൂർ എയർപോർട്ടിൽ കഴിയാനുമുള്ള 2 തരത്തിലുള്ള വിസകളാണ് ലഭ്യമാക്കുക. ഈ 2 തരത്തിലുള്ള വിസകളിലൂടെ എത്തുന്നവരെ അത് അനുവദിക്കേണ്ട, അത് സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു നിലപാടാണ് എടുത്തത്. ദുബായ് പോർട്ടിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ട്രാൻസിറ്റ് ആവശ്യത്തിനായി ദുബായ് എയർപോർട്ടിൽ എത്തുന്നവർക്ക് അവിടെ തന്നെ തുടരേണ്ട സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു പക്ഷേ തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. സ്വാഭാവികമായും ഒരു സമ്മർദ്ദതന്ത്രത്തിലൂടെ UAE തങ്ങൾക്ക് കിട്ടാനുള്ള തുക ലഭ്യമാക്കുക എന്ന നീക്കം തന്നെയാണ് നടത്തുന്നത്. സ്വാഭാവികമായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ കണക്ടിവിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി ദുബായ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ നിന്നെല്ലാം തന്നെ വിമാനങ്ങൾ പോകുന്ന ഒരു സാഹചര്യം തടയാനുള്ള, വിമാനങ്ങളിലൂടെ കയറി പോകുന്ന സാഹചര്യം തടയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും യാത്ര മുടങ്ങുന്നൊരവസ്ഥയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവുക. അതേസമയം വിസ നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എയർപോർട്ടിന് പുറത്തു പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദ നീക്കം 96 മണിക്കൂറുകളിലേക്ക് അനുവദിക്കുന്ന ട്രാൻസിറ്റ് വിസകൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കടുത്ത നടപടികൾ ഇനിയും ഇത്തരത്തിലുണ്ടാകുമെന്ന നിലപാടിൽ തന്നെയാണ് UAE.